അമേരിക്കയിൽ പഠിക്കുന്ന ചൈനീസ് വിദ്യാർത്ഥികളുടെ ഇനി തുടർ പഠനത്തിന് വലിയ പ്രതിസന്ധി വരാൻ പോവുകയാണ്. അവരുടെ പഠനത്തിലുള്ള അനുമതി നിഷേധിക്കാനായിട്ട് ട്രംപ് അങ്ങ് തീരുമാനിക്കുന്നു. ഇത് ചൈനയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കില്ലേ? അത് ഈ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിൻ്റെ ഒരു പബ്ലിക് സ്പീച്ചിൽ, ഏത് വേദിയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നമ്മൾ ഇതുവരെ കാണാത്ത തലത്തിലേക്ക് അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ആഗോള വിഷയമായി അത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിൽ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കേണ്ട അടിയന്തര ആവശ്യത്തിലേക്കാണ് ഈ വർത്തമാനകാലം ആവശ്യപ്പെടുന്നതെന്നാണ് ഈ മാക്രോൺ പറഞ്ഞത്. ആ മാക്രോണിൻ്റെ ആ ഒരു നിരീക്ഷണം വളരെ ശരിയാണെന്ന് തോന്നുന്നുണ്ട് സാധനം. കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഇപ്പം ട്രേഡ് വാർ, ഇപ്പം ട്രേഡിനെ ഒരു യുദ്ധതന്ത്രമാക്കിയിട്ടാണല്ലോ ട്രംപ് ഉപയോഗിക്കുന്നത്. ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കയറിയ അന്ന് മുതൽ യുദ്ധമാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ യുദ്ധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ട്രേഡാണ്. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഇപ്പം ഈ പിന്നെ ഏപ്രിൽ 2 ലിബറേഷൻ ഡേയുടെ അന്ന് ഈ താരിഫ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് അത് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഒരു ഇടവേള കൊടുത്തിട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ചൈനയും അമേരിക്കയും തമ്മിൽ ട്രംപും ഷീ ജിൻപിങ്ങോട്ട് സംസാരിച്ചിട്ട് അവർ തമ്മിൽ ധാരണയെത്തി രണ്ടുപേരും ഈ ടാരിഫ് കുറച്ചുകൊണ്ട് ഒരു നിശ്ചിത ലെവലിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത് ഇങ്ങനെ അപ്പോൾ അവർ തമ്മിൽ അടുക്കുന്നു എന്നുള്ളൊരു സാധനം കിട്ടിയതാണ്. പക്ഷേ വീണ്ടും ഇവരുടെ ബന്ധം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അതായത് ട്രംപ് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ചൈനയുമായിട്ടുണ്ടാക്കിയ ധാരണയൊന്നും അവർ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കുന്ന, ഹാർവാർഡിലല്ല എല്ലായിടത്തും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അനുവദിച്ച വിസ റദ്ദാക്കാനുള്ള തീരുമാനമെടുക്കുക, റിവോക്ക് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു. അപ്പോൾ അതിനെ പറയുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത് അത് രാജ്യത്തിന് ഭീഷണിയാവുന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ അത് അവിടുത്തെ ഒരു ഫെഡറൽ കോർട്ട് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ മാർക്ക് റൂബിനാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഈ ചൈനീസ് സ്റ്റുഡൻസിനുള്ള അനുവദിച്ചിരിക്കുന്ന വിസകൾ മുഴുവൻ അത് പരിശോധിക്കുകയും ആവശ്യമുള്ളത് റദ്ദാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പുതിയ വിസ മീറ്റിങ്ങുകളൊന്നും അല്ലെങ്കിൽ വിസ അനുവദിക്കുന്നതിൻ്റെ പരിപാടികളെല്ലാം മരവിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വളരെയധികം പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ബെയ്ജിങ്ങും അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് വളരെ ഗൗരവമായി എടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സാധനം. കാരണം ഇത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു നടപടിയാണ്. കാര്യം ഇപ്പം നമുക്ക് തോന്നണമൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ നാഷണൽസ് ഇഷ്ടം പോലെ ചൈനയിലും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തോന്നുന്നതൊക്കെ രാജ്യങ്ങൾക്ക് തന്നെ ചേരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ മാർക്ക് റൂബിൻ പറഞ്ഞിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പല വിവരങ്ങളും ചൈനീസ് വിദ്യാർത്ഥികൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ വിഷയങ്ങളിൽ സ്റ്റഡീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലൊക്കെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിസ പൂർണ്ണമായിട്ടും മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്ന സാധനം. അതിൻ്റെ കാരണം പറയുന്നത് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിട്ട് ബന്ധമുള്ള വിദ്യാർത്ഥികളെ ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊന്നും പഠിപ്പിക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ചൈനയിലെ 4 പേരെടുത്താൽ ഒരാൾ പാർട്ടി മെമ്പറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു 100 പേര് അവിടെ ചൈനീസ് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ അതിലൊരു അംഗം പാർട്ടി അംഗമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ വരുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം ചിലപ്പോൾ പാർട്ടി ഉള്ളവരുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. നേരിട്ട് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആ രീതിയിൽ ബന്ധമുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരുടെ എല്ലാം ഇത് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കാരണം രാജ്യത്തിൻ്റെ ഇത് സുരക്ഷയെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ തമാശ എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റൊരു കാര്യം കേൾക്കുന്നത് ഷീ ജിങ്ങിൻ്റെ മകൾ ഈ ഷീ മുങ്സു ഇപ്പോൾ ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു ഉത്തരവ് ഈ ചൈനീസ് വിദ്യാർത്ഥികളുടെ ഈ വിസ റദ്ദാക്കാനുള്ള ഈ ഉത്തരവ്
ഈ ഷീ ജിൻപിങ്ങിൻ്റെ മകളെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ പ്രകോപനത്തിൻ്റെ കാരണമായിട്ട് ഇപ്പം അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഷീ മിങ്സു നേരത്തെയും ഇവിടെ പഠിച്ചതാണ്, അമേരിക്കയിൽ പഠിച്ചതാണ്. അത് എനിക്ക് തോന്നുന്നു 2014 വരെയാണ് പഠിച്ചത്. അന്ന് അവരൊരു വ്യാജ ഐഡിയിലാണ് പഠിച്ചിരുന്നത്. അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സംരക്ഷണയിലെ ആണൊക്കെ അവർ അവിടെ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു കള്ള ഐഡിയിലാണ് അമേരിക്കയിൽ നിന്ന് പഠിച്ചിരുന്നത്. എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ആധികാരികമായിട്ട് എന്നുള്ള നിലയിൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങളെന്ന് പറയുന്നത് ഈ ഷീ ജിൻപിങ്ങിൻ്റെ മകള് ഷീ മിങ്സു അവിടെ ഹാർവാർഡിൽ വിദ്യാർത്ഥിയാണ്, ഗവേഷണ വിദ്യാർത്ഥിയാണെന്നാണ് അറിയുന്ന സാധനം. അപ്പോൾ അവരെയും പുറത്താക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അതിനർത്ഥം ഷീ ജിൻപിങ്ങിനെ നേരിട്ട് വ്യക്തിപരമായി തന്നെ അമേരിക്ക ഒരു കടന്നാക്രമണത്തിലേക്ക് എത്തുന്നു, അത് അവരുടെ ഒരു നിയമം ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയിലേക്കാണ് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ പുറത്താക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പറയാം. അപ്പം ഇതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മാക്രോൺ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു, അത് ആഗോളതലത്തിൽ ഭീതിതമായൊരു അന്തരീക്ഷത്തെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഷീ ജിൻപിങ്ങിനെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഏക മകളാണ്, ഒരു മകളെ ഉള്ളെന്ന് തോന്നുന്നു ഷീ ജിൻപിങ്ങിനെ. ആ ഏക മകളെ സ്വാഭാവികമായിട്ടും അതിശക്തമായ സുരക്ഷിതത്വത്തിലൊക്കെ ആയിരിക്കും, അത് അമേരിക്കയുടെ അറിവോടുകൂടി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സുരക്ഷിതത്വത്തിലൊക്കെ ആയിരിക്കും ഇവിടെ പഠിക്കുന്നത്. അപ്പം അതും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും വ്യാജ ഐഡിയിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ അവരവിടെ തുടരുന്നത്. അവരുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയണമെന്നില്ല ഇത് ഷീ ജിൻപിങ്ങിൻ്റെ മകളാണ് തൻ്റെ അടുത്തിരിക്കുന്നുള്ള സംഗതി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഷീ ജിൻപിങ്ങിൻ്റെ മകളുടെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനും അതിലൂടെ ഷീ ജിൻപിങ്ങിനെ പ്രകോപിപ്പിക്കാനും ആ പ്രകോപനത്തിലേക്ക് തള്ളിവിട്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് അറിയാനില്ല. ന്യായമായിട്ടും അതാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സംശയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മാക്രോണിൻ്റെ വളരെ മെഷേർഡായിട്ടുള്ള, വളരെ അളന്ന് തൂക്കിയിട്ടാണ് അയാൾ സംസാരിച്ചത്. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ ഈ പുതിയ ഈ വിസ റദ്ദാക്കാനുള്ള നടപടികളും, കാരണം ഇപ്പോൾ അവിടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഇത് പ്രയോഗത്തിൽ വരുത്താൻ തിരിച്ചു പോകേണ്ടി വരും. കാരണം രാജ്യസുരക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക്, രാജ്യസുരക്ഷയെ മുൻനിർത്തിയൊരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ കോടതികൾക്കും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഉത്തരവിൽ ഇടപെട്ടതുപോലെ ഇടപെടാൻ പ്രയാസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും രാജ്യസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് ഈ തീരുമാനം എടുക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ നേരിട്ടുള്ള പ്രകോപനത്തിലേക്ക് ഇത് നയിക്കുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും ആഗോളതലത്തിൽ തന്നെ അത് ഏത് രീതിയിൽ മാറും എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ചൈനയും അമേരിക്കയും തമ്മിൽ ഈ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട്, അതായത് നികുതി കൂട്ടിയതുമായി ബന്ധപ്പെട്ട് തന്നെ തർക്കമാണ്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചൈനയെ ഇല്ലാതാക്കാൻ കൃത്യമായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരു ഭീഷണി തന്നെയാണ്. ആ ഒരു ഭീഷണി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ചൈന ഇന്ത്യയുമായിട്ട് ചില വിട്ടുവീഴ്ചയ്ക്കൊക്കെ വേണമെങ്കിൽ തയ്യാറാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട ഏകാധിപത്യ രാജ്യമായി നിൽക്കുകയും മറ്റ് രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ചില കാര്യങ്ങൾ പരസ്പര സഹകരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ചൈന അമേരിക്കയെ പ്രതിരോധിക്കുക തന്നെ ചെയ്യില്ലേ? ചൈനയുടെ ഇപ്പം നിലപാട് എങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഇപ്പോൾ തായ്വാനിൽ ചൈന പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫിലിപ്പൈൻസ് പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ അമേരിക്കൻ സ്വാധീനമാണ്. അതേപോലെ തന്നെ അമേരിക്കയുടെ പിന്നാമ്പുറത്ത് വരെ പനാമയിൽ വരെ എത്തിയിട്ടുണ്ട് സ്ഥാനം. അപ്പോൾ ഈ രീതിയിലൊരു ചൈന ആഗോളതലത്തിൽ തൻ്റെ പിന്നാമ്പുറം വരെ വന്ന് സ്വാധീനം ഉറപ്പിച്ച് പിടിമുറുക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുടിൻ പുനരാവിഷ്കരിക്കണമെന്ന് പറയുന്നത്. അതായത് റഷ്യ, ഇന്ത്യ, ചൈന. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ എക്കോണമിയുടെ വളർച്ചയിൽ ഇപ്പം മുഖ്യ പങ്ക് വഹിക്കുന്നത് ചൈനയും ഇന്ത്യയുമാണ്. മനസ്സിലായില്ലേ? അതിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ ചൈനയാണ്. ഇപ്പം ചൈനയെ വിട്ടുകൊണ്ട് റഷ്യയ്ക്ക് ഒരു നടപടി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഏറ്റവും കൂടുതൽ കയറ്റുമതിയാണ്, അതായത് അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ ചൈനയിലേക്ക് കയറ്റി അയക്കുകയും തിരിച്ച് ഉൽപ്പന്നങ്ങളാക്കി ചൈന റഷ്യയിലേക്ക് അയക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടേത് വളരെ ചെറുത്, നമുക്കൊരു 15% കൊണ്ട് മാത്രമേ ഉള്ളൂ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളൂ. അതേസമയത്ത് ഇന്ത്യയും റഷ്യയ്ക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിൻ പുതിയ ഒരു സമവാക്യം വന്നിരിക്കുന്നത്. ഈ റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം വീണ്ടും അത് പുനരുദ്ധരിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്.
ശരിക്കും അതൊരു പുതിയ സൗഹൃദമല്ലോ. പണ്ടേ ഉണ്ടായിരുന്ന സൗഹൃദത്തെ ഈ ഗാൽവൻ സംഘർഷത്തിൽ ഒന്ന് അയഞ്ഞു. അതോടുകൂടി ചർച്ചകൾ, നയതന്ത്ര തലത്തിലുള്ള ഇടപെടലൊക്കെ ഒന്ന് അയഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ ഈ നിലപാടുകളും നാറ്റോയുടെ നിലപാടുകളൊക്കെ കണ്ടപ്പോൾ റഷ്യ വിചാരിക്കുന്നുണ്ട് ഇന്ത്യ ഇനി അവരുടെ പക്ഷത്തേക്ക് ചായുമെന്ന്. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പഴയ പോലെ നിൽക്കാമെന്ന്. പക്ഷേ അതൊരു നല്ല കെമിസ്ട്രിയാണ്. കാരണം ഷീ ജിങ് പിങ്, പുടിൻ, മോദി 3 പേരോടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൈനിക സാമ്പത്തിക മേഖലയിലെ വലിയ 3 ശക്തികളായിട്ട് ഒരു വശത്ത് നിലകൊള്ളുന്നു. അത് ലോകരാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഭയക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ചൈനയുടെ സ്വഭാവം ചൈനയെ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ പാകിസ്ഥാനാണ് ഇങ്ങോട്ട് യുദ്ധം ചെയ്തതെങ്കിലും പിന്നിൽ മുഴുവൻ ചൈനയാണ് പ്രവർത്തിച്ചത്. അതെ. അപ്പോൾ ഇന്ത്യക്ക് ചൈനയുമായിട്ട് അടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് റഷ്യ പറയുന്നത്. കാര്യം ഇങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലൊരു അടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ റഷ്യക്ക് ഒരു ന്യൂട്രൽ പൊസിഷൻ എടുക്കാൻ പോലും ബുദ്ധിമുട്ട് വരും. കാര്യം ചൈനയെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല, ഇന്ത്യയെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക്. കാരണം ഷീ ജിങ്ങിൻ്റെ മോളെ കയറി തൊട്ട് കഴിഞ്ഞാൽ ചൈന എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ പൊട്ടിത്തെറിയുടെ വക്കിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.